നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും എമ്പുരാൻ്റെ 2 പൂട്ട് തുറന്നു. ഇതിൽ നമ്മൾ ലൂസിഫറിലെ ഏറ്റവും പ്രധാന കഥാപാത്രം ചെയ്ത ഗോവർദ്ധൻ, അതായത് സത്യാന്വേഷണകനായ ഒരു പത്രപ്രവർത്തകൻ, സ്വന്തം യൂട്യൂബ് ചാനലിൽ ലൈവ് ഇട്ട് ചീത്തവിളി കേട്ടുകൊണ്ടിരുന്ന ഒരാൾ, അവസാനം ആ ചിത്രത്തിൻ്റെ അവസാനത്തിൽ തന്നെ ഭാര്യയും കുഞ്ഞിനെയും തിരിച്ചു കൊടുക്കുന്ന ഒരു സീനും കൂടി, തിരിച്ച് കിട്ടുന്ന ഒരു സീനും കൂടി നമ്മൾ കണ്ടതാണ്. ഈ ഗോവർദ്ധനും എമ്പുരാൻ്റെ ഭാഗമായിട്ടുണ്ട്. നമുക്കറിയാം, അന്ന് ആ ഒരു നമ്മൾ മാഹിരാവൺ അന്വേഷിച്ച് അല്ലെങ്കിൽ ആ പാർട്ടിയെക്കുറിച്ച് ഏറ്റവും അധികം കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരു പത്രപ്രവർത്തകനായിട്ട് യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ലൈവ് ഇട്ട് ചീത്തവിളിയൊക്കെ കേൾക്കുന്ന ഒരു റിയലിസ്റ്റിക് ആയി ഒരു സത്യം അന്വേഷിക്കാൻ ശ്രമിച്ച ഒരു ക്യാരക്ടറായിരുന്നു ഇന്ദ്രജിത്ത് സുകുമാരൻ ചെയ്തത്. ഇതിൽ അദ്ദേഹമുണ്ട്. അപ്പം നമുക്ക് ഇത്തവണ അവർ മറ്റെന്തോ വിഷയവുമായിട്ട് മുന്നോട്ടുണ്ട്. പിന്നെ ഒന്ന് മലയാളിയല്ല, ജാവും. അദ്ദേഹവും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മലയാള സിനിമയുടെ ഭാഗമാകുന്ന ആദ്യമാണ്. നമുക്ക് ഈ കാണുമ്പം ഉണ്ടാകുന്ന ഒരു ഇമോഷണലായിട്ട് തോന്നുന്ന സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിൽ ഇത്രയും അധികം എഫേർട്ട് എടുത്ത് ആളുകളെ കൊണ്ടുവരാനുള്ള പൃഥ്വിരാജ് എന്ന ഡയറക്ടറിൻ്റെ ബ്രില്യൻസ്, ഏത് ക്യാരക്ടർ ചെയ്യാൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാലും ശരി, ഒരു ഡയറക്ടർ എത്രത്തോളം കൺവിൻസായി പറഞ്ഞിട്ടാകണം ഇവരെല്ലാവരും ഒരു മോളിവുഡിലോട്ട് കാല് വെച്ചത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഇൻഡസ്ട്രിയൊക്കെ വലുത് തന്നെയാണ്, നമുക്കറിയാം. എങ്കിലും ഒരു മലയാള ചിത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ സമീപിക്കുമ്പം എത്രത്തോളം പ്രോമിസിങ്ങായി അദ്ദേഹം പറഞ്ഞു കൊടുത്തത് കൊണ്ടാവണം അവർ ഈ സിനിമയിലേക്ക് എത്തുന്നത്. അതിനെക്കാട്ടി ഉപരി അവർ ചെയ്ത ക്യാരക്ടർ അത്ര ഗംഭീരമാക്കി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഡയറക്ടർ അവരെ വിളിച്ചതെന്നും, ഈ ഡയറക്ടർ പറയുന്ന കാര്യം ചെയ്താൽ മാത്രം മതി ആ ക്യാരക്ടർ ഫുൾഫിൽഡ് ആകുമെന്ന് പറയുന്നത് ഒരു പക്ഷേ മലയാള സിനിമയ്ക്ക് ഏറ്റവും അധികം അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ ചിത്രം, അത് 3 ചിത്രങ്ങളാണ്, ഇതും കൂടി മൂന്നാമത്തെ ചിത്രമാണ് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറഞ്ഞ ഡയറക്ടറുടെ കീഴിൽ നിന്ന് തന്നെ. അപ്പോൾ L2 സീക്വൽ എമ്പുരാൻ ചിത്രവും കൂടി വലിയ ഏത് സിനിമ എന്ന് പറയുന്ന ഏത് മേഖലയിലുള്ളവരെ കുറിച്ച് പറഞ്ഞാലും സിനിമ, മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഒരു മൈൽ സ്റ്റോണായി നിൽക്കാൻ ഒരു സിനിമയ്ക്കും കഴിയും, സിനിമയിലെ താരങ്ങൾക്കും കഴിയും, ഈ ഡയറക്ടർക്കും കഴിയും. അപ്പം മാർച്ച് 27, 2025 അന്ന് മുതൽ എമ്പുരാൻ്റെ യാത്ര നമുക്ക് കാണാം.